അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പാല് വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് വന്ന് അടുക്കളയ്ക്ക് ഒന്ന് തുറന്ന് ജനലൊക്കെ ഒന്ന് തുറന്ന് വയ്ക്കും കേട്ടോ. കുക്കിങ്ങൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വാതിൽ ജനൽ ഇതൊക്കെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്രഷ് എയറും എല്ലാം വരും, നല്ലൊരു പോസിറ്റീവ് എനർജി വരും. അപ്പോൾ നമ്മളതൊക്കെ ചെയ്ത ശേഷം പാൽ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ചായ എല്ലാം വയ്ക്കണം. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ കേട്ടോ. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. മഴ പെയ്യുന്നുണ്ട് ഇടയ്ക്കൊക്കെ, എന്നാൽ ഒരുപാട് പെയ്യുന്നുമില്ല. എല്ലാവരുടെയും പ്രോബ്ലംസൊക്കെ സോൾവ് ആയിക്കൊണ്ട് വരുന്നുണ്ട് എന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് എവിടുന്നാണ് ഇരുന്ന് കാണുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. വെറുതെ ഒരു ക്യൂരിയോസിറ്റി. പണ്ട് ഞാൻ എപ്പോഴും ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വല്ലപ്പോഴൊക്കെ, ഇപ്പോൾ കുറേ കാലമായി ചോദിച്ചിട്ട്. അപ്പോൾ ഏതാ സ്ഥലം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പണ്ടത്തെ അത്ര വ്യൂ ഒന്നും എനിക്കില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ എല്ലാ ആൾക്കാരും എവിടെ നിന്നൊക്കെ കാണുന്നു എന്നുള്ളതൊന്നും അറിയാനുള്ളൊരു ആകാംക്ഷ. ഇടയായിട്ട് ഞാൻ പാലക്കാട് പോയപ്പോൾ ഉപ്പാനും ഉമ്മാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ ഒരു ചേച്ചിനെ കണ്ടിട്ടുണ്ടായിരുന്നു. വന്ന് സംസാരിച്ചു, ഭയങ്കര സന്തോഷം തോന്നി. ഫാമിലി ആയിട്ട് അവർ കഴിച്ച് പുറത്തിറങ്ങായിരുന്നു. നമ്മൾ സാഗറിലാട്ടോ കഴിക്കാൻ പോയത്. നല്ല റെസ്റ്റോറൻ്റ് ആട്ടോ. എനിക്ക് അവിടുത്തെ ആംബിയൻസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വൈറ്റ് കളർ ബിൽഡിങ്ങാണ്, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ചായ റെഡി. ഞാൻ ചായ എല്ലാം കുടിച്ച ശേഷം സിറ്റ് ഔട്ടൊക്കെ ഒന്ന് പോയിട്ട് ക്ലീൻ ആക്കുക കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ മടിയൊക്കെ മാറി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഡെയിലി വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ഒരു ഇത്. ഇങ്ങനെ പോകുന്നവരെ ഇങ്ങനെ പോകും, പിന്നെ ഒരു ബ്രേക്ക് എടുത്താൽ പിന്നെ അതങ്ങോട്ട് വലിയ ബ്രേക്കാവും. അപ്പോൾ തിങ്കളാഴ്ച മോൻക്ക് കോളേജും കാര്യങ്ങളൊക്കെ തുറക്കും. അയ്യോ അങ്ങോട്ട് പോകണം, എന്തായിരിക്കും ഒക്കെ ഉള്ള ഒരു ടെൻഷനൊക്കെയാണ്. തിങ്കളാഴ്ച പാരൻസിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ആൺകുട്ടീനെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് ഞാനും ഇക്കും മോനും കൂടെ പോകാമെന്നുള്ളൊരു പ്ലാനാണ്. പിന്നെ ഒരുപാട് സമയമുള്ളത് കൊണ്ട് ഉപ്പാക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചുകൊണ്ടേ ഇരുന്നു, അപ്പോൾ അവരില്ലയെന്ന് പറയുന്നുണ്ട്. ഇനി അപ്പോഴത്തെ മൂഡ് എങ്ങനെയാണെന്ന് നോക്കാമല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ സിറ്റ് ഔട്ടൊന്ന് വേഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ വേഗം ചവിട്ടിയൊക്കെ ഒന്ന് വിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. രാവിലെ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ ഇങ്ങനെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ മുറ്റടിക്കാൻ ഇറങ്ങിയപ്പോൾ മഴ ഉണ്ടായിരുന്നില്ല. അടിച്ചടിച്ച് കഴിയാൻ നേരത്ത് പിന്നെ ഈ ടൈൽസുള്ള എല്ലാ ഭാഗമൊന്നും അടിച്ചു വാരാറില്ല കേട്ടോ. മണ്ണ് കാണുന്ന ഭാഗം മാത്രം അടിച്ചു വാരിയിടും. മഴ ഉള്ളതുകൊണ്ട് മണ്ണ് അധികമല്ല അവിടെ. പിന്നെ കുറച്ച് ഇങ്ങനെ ചെടി പോലത്തെ മരങ്ങളുള്ളത് കൊണ്ട് അതിന് ഇല വീണിട്ടുണ്ടാവും. അപ്പോൾ അതൊരു വീക്ക്ലി വൺസൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്താൽ മതി കേട്ടോ. പിന്നെ എന്താ നമ്മൾ പുല്ല് ഒരാഴ്ച പോലും ആയിട്ടില്ല. ആ സൈഡിൽ കണ്ടില്ലേ എത്ര പെട്ടെന്ന് ആ വളരുക പുല്ല്. കാണുമ്പോൾ തന്നെ സങ്കടമാവും. 600 രൂപയും നമ്മൾ കൊടുക്കും നേരാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു മാസം പോലും നിൽക്കില്ല, അതാ രസം. പിന്നെ നമ്മൾ ഒരു മാസം നമ്മുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി വെക്കണതാണ്. 2-3 മാസം കൂടുമ്പോഴാണ് നമ്മൾ ആരെങ്കിലും വിളിക്കാറുള്ളത് കേട്ടോ. അതുപോലെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യാൻ നമ്മൾ അധികം എന്താ പറയുക, ഈ പെരുന്നാൾ സമയത്ത് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ വിളിക്കാറ്. ഡീപ്പ് ക്ലീനൊക്കെ ചെയ്യല്ലേ ആ ടൈമിൽ. മാക്സിമം ഞാൻ തന്നെ ക്ലീനാക്കാൻ നോക്കും. എന്നെക്കൊണ്ട് പറ്റാണ്ടായ അത്രയും വൃത്തികേടാകുമ്പോഴാണ് വിളിക്കുന്നത് കേട്ടോ ചേച്ചിമാരൊക്കെ. അല്ലാണ്ട് എല്ലാ മാസം ഒന്നും നമ്മൾ പണിക്കാരനെ വിളിക്കാറില്ല. പലരും അങ്ങനെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ വേഗം ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കണം കേട്ടോ. ഇനി എന്താണ് നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കമൻസ് കുറേ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. അടിപൊളി ജിനി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. സുഖമല്ലേ? സൗണ്ട് മാറ്റം ഉണ്ട്, സൂപ്പർ വ്ളോഗ് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. സൗണ്ട് മാറ്റം എനിക്ക് ജലദോഷത്തിൻ്റെയൊക്കെ വന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ സൂപ്പർ, വലൈക്കും അസ്സലാം. ജലദോഷം പിടിച്ചിട്ടുണ്ട്, സൗണ്ട് ഡിഫറെൻ്റ് ഉണ്ടല്ലോ. അതെ, ഞാനും ജിനിയുടെ മുൻപത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. കോഴിയും കുമ്പളങ്ങ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ആകുമ്പോൾ തന്നെ ഇപ്പോൾ കോഴി കുമ്പളങ്ങയൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നുന്നു കേട്ടോ. പണ്ടത്തെ പോലെ ഞാൻ ഇപ്പോൾ മാക്സിമം ഡെയിലി കുറച്ച് കറി വെക്കുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഈ സാമ്പാറൊക്കെ വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോഴി കുമ്പളങ്ങയൊക്കെ വെക്കുകയാണെങ്കിൽ തന്നെ ഉള്ളൂ 2-3 ദിവസത്തിനൊക്കെ ഞാൻ കറി ഒരുമിച്ച് ഉണ്ടാക്കുക കേട്ടോ. അല്ലെങ്കിലൊക്കെ ഇച്ചിരി കറി ഉണ്ടാക്കും. അത് ചിലപ്പോൾ അന്ന് തന്നെ തീരും, അല്ലെങ്കിൽ പിറ്റേ ദിവസം തീരും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ വാഷിങ്ങിനൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ലിക്വിഡും അതുപോലെ സ്മെല്ല് വരാനുള്ള ആ ഒരു സംഭവമൊക്കെ ഒഴിച്ച്
അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡും കൂടെ ഒന്ന് അടിച്ചു വാരണം. ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ മെഷീൻ വെച്ച് റൂമിലേക്ക് വന്നപ്പോഴാണ് ഞാൻ വാഷിങ്ങിന് ഇടാലോ എന്ന് ഓർമ്മ വന്നിട്ട് വേഗം അത് പോയി ഇടാൻ നിന്നത്. പിന്നെ ഇവിടേക്ക് ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. കോണിഞ്ച് ചോട്ടിൽ പിന്നെ ഞാൻ കുറേ ബക്കറ്റും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആട്ടോ അധികം വെക്കാറുള്ളത്. പിന്നെ വലൈക്കും അസ്സലാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഹായ്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എത്ര മക്കളാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ആരുമില്ല. ആണും പെണ്ണും ഒക്കെ ആയിട്ട് ഒരാൾ മാത്രം തന്നെ ഉള്ളൂ. പിന്നെ സൂപ്പർ വ്ളോഗ്, മാഷാഅല്ലാ ജിനി സുഖമാണോ? ജിനി ലുക്കിംഗ് ലീൻ. നോ, താങ്ക് യു സോ മച്ച്. കുറേ കഷ്ടപ്പെട്ടു. ഇനിയും കുറയ്ക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ ഒത്തിരി ചേഞ്ച് വന്നിട്ടുണ്ട്. എനിക്ക് 18 കിലോ ഡിഫറെൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ പുറത്ത് നിന്ന് എന്നെ ഒരാളിപ്പോഴും കാണുകയാണെങ്കിൽ തടിയൊക്കെ ഉണ്ടല്ലോ, ഇത് ഓക്കെ ആണല്ലോ എന്നുള്ളൊരു, അതായത് 68 കിലോ. പക്ഷേ എനിക്ക് എൻ്റെ ഒരു ഹൈറ്റിന് 58 to 62 ഇതിൻ്റെ ഉള്ളിലാണ് പറ്റുകയുള്ളൂ. അപ്പോൾ എൻ്റെ ആഗ്രഹം എനിക്ക് 60 ആക്കണം എന്നാണ്. പക്ഷേ ഇനിയും ഞാൻ ഒരു ഡയറ്റ് തന്നെ എടുക്കണം. അല്ലാണ്ട് ഞാൻ സ്വന്തമായിട്ട് ഡയറ്റ് ചെയ്താലൊന്നും ഞാൻ കുറയൂല എന്ന് എനിക്കറിയാം. ചിലപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമായിരിക്കും ഞാനിപ്പോൾ എടുക്കുന്ന രീതിയിൽ ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ. അല്ല, ഒരാളെ വെച്ചിട്ട് നമ്മൾ ഡയറ്റ്, അതായത് ക്യാഷൊക്കെ കൊടുത്ത് ഒരു 2 മാസത്തിന് പൈസയൊക്കെ കൊടുത്ത് നമ്മളെ ഫോളോ അപ്പ് ചെയ്യാനൊക്കെ ഒരാളുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ഒരു 5-6 കിലോ ഇനിയും കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് എടുത്തേക്കുമല്ലേ. ശരിക്കും പറഞ്ഞാൽ ഓണാകുമ്പോഴേക്കും ഞാൻ 65 ആക്കണം വിചാരിച്ചാണ്. പക്ഷേ അതൊന്നും എനിക്ക് തോന്നുന്നില്ല നടക്കുന്നുള്ളത്. ഇത്ര ആയപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര റിലാക്സാണ്. അപ്പോൾ എന്തായാലും വേഗം പോയി അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് 1 kg ബീഫ് എത്ര കുറവാണെന്ന്. പണ്ടൊക്കെ കുറേ ഉണ്ടായ പോലെ എനിക്ക് തോന്നാറുണ്ടോ. 1 കിലോ മീനൊക്കെ ഇപ്പോൾ കാണുമ്പോൾ തീരെ ഇല്ലാത്ത പോലെ. നമ്മളെ തീറ്റ കൂടിയിട്ടാണോ അത്? പണ്ട് 1/2 കിലോ മീനുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിലിപ്പോൾ ഞാനും, അതായത് ഉമ്മയും ഞങ്ങൾ 4 മക്കളും അല്ലേ, ഉപ്പ ഗൾഫിലുമായിരുന്നല്ലോ. അപ്പോൾ 1/2 കിലോ മീനുണ്ടെങ്കിൽ ഞങ്ങൾ 2 നേരമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആലോചിക്കുമേ, അന്നൊക്കെ അത് മതിയായിരുന്നു തോന്നുന്നു അല്ലേ. ഇന്നിപ്പോൾ 1/2 കിലോ ഉണ്ടെങ്കിൽ 2 ആൾക്ക് തികയോ, അങ്ങനത്തെ സിറ്റുവേഷൻ ആയിട്ടുണ്ട് ഇവിടെ. പിന്നെ ഞങ്ങൾ 4 പേരല്ലേ ബീഫ് കഴിക്കുന്നത്. അതുകൊണ്ട് 1 kg ബീഫ് നമുക്ക് ചിലപ്പോൾ 2-3 നേരത്തിനൊക്കെ ഉണ്ടാകും. അങ്ങനെ ഒരുപാട് വലിച്ച് വാരി കഴിക്കൊന്നുമില്ല, കഴിക്കണം എന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ എൻ്റെ ഒരു മെൻറ്റാലിറ്റി കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ അത് കുക്ക് ചെയ്യുമ്പോൾ കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് കേട്ടോ ഉണ്ടാവുക. അതാണ് ഞാൻ പറഞ്ഞത് 1 kg ബീഫ് എത്രയേ ഉള്ളൂ ഇല്ലേ എന്നുള്ളത്. സൗണ്ട് മാറ്റമുണ്ട് പറയുന്നുണ്ട്. സൗണ്ട് മാറ്റം ജലദോഷം പിടിച്ചതിൻ്റെയാണ്. അപ്പോൾ എന്തായാലും വ്ളോഗൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. മിക്സിയുടെ ജാറുകളൊക്കെ ഏറെക്കുറേ ഒരു തീരുമാനമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി ശരിയാക്കി കൊണ്ടുവന്നതാണ്. 2 ജാറിന് അടപ്പും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പാലക്കാട് കിച്ചൺ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിൽ കൊണ്ടുപോയാൽ എന്ത് സാധനം അവർ ശരിയാക്കി തരും. അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. പണ്ട് മുതലേ ഉള്ളതാണ് അത്ര. ഉമ്മയും ഉപ്പയൊക്കെ പറയുന്നിട്ട് നമ്മൾ സാധനങ്ങൾ കേടുവന്ന് ഇടയ്ക്ക് കൊണ്ടുകൊടുത്ത് നേരാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫിൻ്റെ റൈസ് ഉണ്ടാക്കിയതിൽ ഒരു കമൻറ്റ് കണ്ടു. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ റൈസുകൾ ഇപ്പോൾ കൊടുക്കാറില്ല മോനക്ക്. അധികം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കണം അതന്നെ കൊടുക്കാറുള്ളത് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അവൻ പോകുമ്പോഴത്തേനും ഉണ്ടാക്കാൻ ടൈമൊന്നും കിട്ടാറില്ല. അപ്പോൾ പിന്നെ ഞാനതങ്ങ് ആക്കി കൊടുക്കും കേട്ടോ. ബീഫ് റൈസ് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോയിൽ വന്നൊരു കമൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും അത് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ മഷ്റൂമിൻ്റെ ഒരു മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ സാധനങ്ങളൊക്കെ നന്നാക്കി എടുക്കുകയാണ്. വലിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഈ മഷ്റൂമിൽ. തക്കാളി ഇടാണ്ട് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി. ഭയങ്കര ഫ്ലേവറും ഒരു ഇറച്ചിയൊക്കെ കഴിക്കുന്ന ഫ്ലേവർ തോന്നിയിട്ട് എനിക്ക്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനിവിടെ 2 വലിയുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ. 1.5 വലിയുള്ളി കേട്ടോ എടുത്ത്. പിന്നെ ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയും നീളത്തിൽ അരിയാട്ടോ ചെയ്തത്. അപ്പോൾ അതും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങണം. അപ്പോൾ എന്തായാലും ഞാനിവിടെ എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
പിന്നെ മഷ്റൂം നല്ല നാടൻ മഷ്റൂമായിരുന്നു. ഈ ഒരു പാക്കിന് 100 റുപ്പീസ് എന്നാണ് അതിൽ എഴുതിയേക്കുന്നത്. എത്ര രൂപ എടുത്തു എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു പാക്കിന് തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കി അതിനെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമ്മളിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കും. പിന്നെ മഷ്റൂം കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളഞ്ഞാൽ അത്രയും നല്ലത്. ഇതിൽ നിറയെ വെള്ളം നിൽക്കും കേട്ടോ കഴുകിയ ശേഷം. അപ്പോൾ ഇവിടെ എപ്പോഴത്തെയും പോലെ നമ്മുടെ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു ചൂടായ ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നീളത്തിലരിഞ്ഞ എല്ലാ ഐറ്റംസും ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും ചേർത്ത് കൊടുക്കണം കേട്ടോ അതിലോട്ട്. അപ്പോൾ ഉപ്പിട്ടിട്ട് ഇതൊന്ന് വഴറ്റാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി അടച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഇറച്ചി മസാല, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, എല്ലാ മസാലയും ഏകദേശം 1/4 സ്പൂണോളം വീതം എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി മാത്രം 1/4 സ്പൂൺ വീതം കേട്ടോ. പിന്നെ മസാല ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നമുക്ക് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം. ഇനി ശേഷം നമുക്കിതിലോട്ട് മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കഴുകി വൃത്തിയാക്കി പിഴിഞ്ഞെടുത്ത മഷ്റൂമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇച്ചിരി ഉപ്പ് കൂടി, അത് കാരണം ഞാൻ അതിലോട്ട് ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ് പാകത്തിനിടുക. മഷ്റൂമിലൊക്കെ പെട്ടെന്ന് ഉപ്പ് കൂടും, കാരണം ഇത് പെട്ടെന്ന് ചുങ്ങുമല്ലോ. ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി മിക്സാക്കി അടച്ചു വയ്ക്കുന്നുണ്ട്. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. അയ്യോ, ഇതെന്താ വെള്ളി വീണ്. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വേഗം ഇളക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഞാനിവിടെ തേങ്ങയും കൂടെ ഒന്ന് ചിരവി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ചുട്ടരച്ച് ചമ്മന്തി ഉണ്ടാക്കാൻ വിചാരിച്ചു. മക്കൾക്ക് 2 പേർക്കും വൊമിറ്റിങ്ങും ഉണ്ട്. മഷ്റൂം ഞാൻ അവർക്ക് കൊടുക്കാൻ ചാൻസ് ഇല്ല, എനിക്ക് പേടിയാണ്. കാരണം എനിക്ക് വയറ് കേടുവന്നാൽ പിന്നെ മഷ്റൂം അത്ര നല്ലതല്ല. പക്ഷേ ഇത് വെക്കാണ്ടിരിക്കാനും വയ്യ, കാരണം ഇത് ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്കും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേരും കഴിക്കാമല്ലോ. പിന്നെ കുട്ടികൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി കൊടുക്കാം. പക്ഷെ അയാനൊന്നും കഴിച്ചില്ല. അയാൾക്ക് വോമിറ്റിംഗ് ആയതുകൊണ്ട് അവൻ സ്കൂളിലും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ മഷ്റൂം ഒരു പെപ്പർ മസാല പോലെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങയൊക്കെ ചിരവി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ ഇഡലിക്ക് വെള്ളം വെച്ചിട്ട് ഇഡലി മാവൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടി വെച്ചതും ഒക്കെ ഒന്ന് പീൽ ചെയ്തെടുക്കണം. ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എഗ്ഗ് മാത്രം കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ 2 ഈത്തപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ പുറത്ത് പോയപ്പോൾ കുറേ നാൾക്ക് ശേഷം, ഞാൻ പറഞ്ഞില്ലേ സാഗറിന് ലഞ്ച് കഴിച്ചു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ മട്ട അരി ചോറ് കുറേ നാൾക്ക് ശേഷം ഞാൻ കഴിക്കുകയാണ്. അതും നന്നായിട്ട് തന്നെ ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ. ഇപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ ഫുഡ് കഴിക്കുകയും ചെയ്തു. റൈസ് ഞാൻ കുറേ നാൾക്ക് ശേഷം അങ്ങനെ കഴിക്കുന്നത് കേട്ടോ. പിന്നെ ചേച്ചി ഏത് പൊന്നി റൈസാണ്, ബ്രാൻഡ് പറയാമോ? അപ്പോൾ ബ്രാൻഡ് നെയിം SSK ആണ് കേട്ടോ. ഞാൻ മഷ്റൂമിൻ്റെ മസാല കുറച്ച് എഗ്ഗിൽ വെച്ചിട്ട് അങ്ങനെ കഴിക്കുകയോ ചെയ്തു. 2 എഗ്ഗാണ് കേട്ടോ ഞാൻ കഴിച്ചത്. ഒരു എഗ്ഗിൻ്റെ യെല്ലോ എനിക്കിന്ന് പറ്റിയില്ല, അപ്പോൾ ഞാൻ യെല്ലോ കളഞ്ഞു. പിന്നെ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജാറിലോട്ട് പച്ചമുളകും ഉപ്പും തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചമ്മന്തി ഒന്ന് അരച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ താളിക്കണമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ അരച്ചെടുക്കുക ചെയ്യണുള്ളൂ. താളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ചമ്മന്തി ബാക്കി വന്നാൽ ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ഏതെങ്കിലും കറിക്ക് എനിക്ക് ഇടാൻ പറ്റില്ല താളിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്താ പറയുക, കുറുക്ക് വഴികൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ ഉള്ളി ചമ്മന്തി അരച്ചാൽ ഞാൻ കളയാറൊന്നുമില്ല, ബാക്കി വന്നാൽ ഞാൻ കറിയിലിടും. അങ്ങനെ നമ്മൾ ഇഡലി റെഡി ആയിട്ടുണ്ട്. അതിനൊക്കെ എടുത്ത് ചമ്മന്തി റെഡി. ഇനിയിപ്പോൾ ടേബിളിൽ ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയി വെച്ചിട്ട് അയാൻക്കും റിഹാൻക്കും ഞാനിന്ന് ബ്രെഡ് ടോസ്റ്റ് ചെയ്യൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവർക്ക് വേറെ ഒന്നും കഴിക്കാൻ വേണ്ട. പിന്നെ അവർക്ക് വെയ്യാണ്ടായി കഴിഞ്ഞാൽ ഈ കഞ്ഞിയൊന്നും കുടിക്കില്ല. അതാണ് ഏറ്റവും വലിയ റിസ്ക്. പിള്ളേർക്ക് വെയ്യാണ്ടായി കഴിഞ്ഞാൽ എന്താ ഫുഡ് കൊടുക്കുക എന്ന് നമുക്കറിയില്ല കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ടോപ്പ് നോച്ചിൽ നമ്മൾ ഇന്നലെ വരുമ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു. ശരിക്കും നല്ലൊരു വ്ളോഗ് എടുക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല കേട്ടോ ഇന്നലെ. അങ്ങനെ റിലാക്സ് ആയിട്ട് പോയിട്ട് വന്നു. അപ്പോൾ ടോപ്പ് നോച്ചിൽ കയറിയപ്പോൾ വാങ്ങിച്ച ബ്രെഡാണ് കേട്ടോ ഇത്. നല്ല വലിയ ബ്രെഡാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. 2 ബ്രെഡ് മാത്രമേ ഞാൻ ടോസ്റ്റ് ചെയ്യണുള്ളൂ, കാരണം 2 പേർക്കും വിശപ്പും ഇല്ല, ഫുഡ് കഴിക്കാനും തോന്നുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ ടോസ്റ്റ് ചെയ്ത് വേസ്റ്റ് ആക്കണ്ട. ഞാനിത് വൈറൽ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇക്ക വന്നിട്ട് ഉണ്ടാക്കുള്ളൂ കേട്ടോ. ശനിയാഴ്ച ഇക്ക വരും. അപ്പോൾ ചിക്കൻ എന്തെങ്കിലും കുട്ടികൾ ഓക്കെ ആവുകയാണെങ്കിൽ ചിക്കൻ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടാക്കും, ഇല്ലെങ്കിൽ എഗ്ഗിൽ ഉണ്ടാക്കുക
എന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ബട്ടർ ഇട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ടോസ്റ്റ് ആക്കിയെടുത്തത്. എനിക്കിങ്ങനെ ടോസ്റ്റ് ആക്കിയെടുത്ത് ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി അവർക്കത് കഴിക്കാൻ കൊടുക്കണം. കൂടെ ഞാൻ കട്ടൻ കാപ്പി ഉണ്ടാക്കി കൊടുത്തു. അതാകുമ്പോൾ പിന്നെ വേഗം കുടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ ഇട്ട ചുരിദാർ എവിടെ നിന്ന് മേടിച്ചതാണ്, എത്ര റേറ്റ് ചോദിക്കുന്നുണ്ട്. അതിന് 3 സംതിങ് ആയിരുന്നു റേറ്റ്. പ്യുവർ കോട്ടൺ ആണ്, കഹാനിയത്തെ ഡ്രസ്സാണ്. ഇനി ഒരെണ്ണം ഉണ്ട് കേട്ടോ, 3 കളർ ഉണ്ടായിരുന്നു. ഞാനും അനിയത്തിയും ഓരോന്നെടുത്തു. എനിക്കിഷ്ടമായിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. പിന്നെ ഹായ് ജിനി, ഹൗ ആർ യു ചോദിക്കുന്നുണ്ട്. സുഖമായിട്ട് പോകുന്നുണ്ട്. സുഖമാണ്. അവിടെ തണുപ്പത്ത് മാവ് പൊങ്ങി കിട്ടാറുണ്ട്. തണുപ്പിലും നമ്മൾ മാവ് ആക്കുമ്പോൾ നമ്മൾ ഉപ്പിടണം. ഞാൻ പിന്നെ സോഡാപ്പൊടിയൊന്നും ഇടൂല കേട്ടോ, അല്ലാണ്ടേ പൊങ്ങി കിട്ടും. നമ്മൾ അത്യാവശ്യം ഉഴുന്നൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ബീഫിൻ്റെ റെസിപ്പി തരുമോ ചോദിക്കുന്നുണ്ട്. ബീഫിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ, ഷോർട്ട് വീഡിയോ ആയിട്ട്. പിന്നെ വലിയ വീഡിയോയിൽ ഉണ്ട്, കാണാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും കാണാം. പിന്നെ ബിരിയാണി ഫ്രൈഡേ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു. സാരിയുടെ റേറ്റ് 2050 രൂപ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ 2ാമത്തെ വാഷിങ്ങും കഴിഞ്ഞിട്ട് ഞാൻ അതൊക്കെ മാറ്റിയെടുത്ത ശേഷം പിന്നെ വാഷിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കൊണ്ടുപോയിട്ട് തോരയിടാനും കൂടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം തോരയിടലൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ലഞ്ചിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ. ഞാൻ ലഞ്ചിന് ഒഴിച്ച് കറിയായിട്ടൊന്നും ഒന്നും ഉണ്ടാക്കില്ല. ചുട്ടരച്ച ചമ്മന്തി പിന്നെ പച്ചടി ഉണ്ടാക്കുന്നുണ്ട്. അത് കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് ഒഴിച്ച് കൂട്ടാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ നമുക്ക് മഷ്റൂമും ഉണ്ട്. പിന്നെ കടലക്കറി വെച്ചതിനെ ഞാൻ നന്നായിട്ട് ഡ്രൈ ആക്കിയെടുക്കും. അത് നല്ല ടേസ്റ്റ്. അതിലേക്ക് പച്ചമുളകും നമ്മുടെ വലിയുള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മേലെ കൂടെ വെതറിയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കടലക്കറി കടല മാത്രമായിട്ട് ബാക്കി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. വേറെ മസാലകളൊന്നും ഇടേണ്ട ആവശ്യമില്ല. അതിനെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ അതും കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് അതിനൊന്ന് ഡ്രൈ ആക്കി എടുക്കാന്നുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ പാത്രങ്ങൾ കഴുകിയതിനൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. വാഷിങ് കഴിഞ്ഞതിനെ കൊണ്ടുപോയിട്ട് ഇടും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി പൊളിച്ച തേങ്ങനെ ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക ചെയ്യണേ. ചുട്ടരച്ച് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചുട്ടരച്ച് ചമ്മന്തി ഫാൻസ് ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യുക. ഞാനിവിടെ ഭയങ്കര ഇതിലല്ല, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഉള്ളിയും അതുപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. ഒന്ന് കളറ് മാറുമ്പോഴത്തേക്കും പുളിയും തേങ്ങാക്കൊത്തും അതുപോലെ കറിവേപ്പില ഇതും കൂടെ എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു മണം വരും കേട്ടോ. ആ ഒരു മണം വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ഇടേണ്ടത്. വറ്റൽമുളക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ മുളക് പൊടി ഇട്ടു. ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി. എൻ്റെ മിക്സിയുടെ ജാറൊക്കെ ചൂടിൽ ഞാൻ അരച്ചിട്ടൊക്കെ വന്ന് എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇനി മുതൽ നല്ല കുട്ടിയായിരിക്കും. നിങ്ങളെന്നോട് പറയാറുണ്ടല്ലോ ചൂടോടെ അരക്കല്ലേ ജിനിത്ത, മുഖത്തേക്ക് തെറിക്കുമെന്നൊക്കെ, അപകടം വരുന്നുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ചൂടാറിയ ശേഷമാണ് കേട്ടോ അരച്ചെടുത്തത്. നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് നമ്മളിത് അരയ്ക്കണം. കയ്യിലിങ്ങനെ ഉരുട്ടിയാൽ കിട്ടുന്ന പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. പൊതിച്ചോറിലേക്ക് ബെസ്റ്റായിരിക്കും കേട്ടോ. എനിക്ക് ചമ്മന്തി കണ്ടപ്പോഴല്ലേ പൊതിച്ചോറ് കഴിക്കാൻ തോന്നി. സത്യം പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ചൂടുള്ള ചോറിൽ അതിങ്ങനെ പുരട്ടി കുഴച്ചിട്ട് ഒരു ഓംലേറ്റും എന്നിട്ട് പൊതിഞ്ഞെടുക്കുക. ഇത്ര മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ബീട്രൂട്ട് വേവിച്ചിട്ടുണ്ട്. തേങ്ങ, ഇഞ്ചി, അതുപോലെ പച്ചമുളക്, കറിവേപ്പില അരച്ചതാണ്. എന്നിട്ട് കടുക് ഇട്ടിട്ട് വീണ്ടും അരച്ചു. അതിൽ നമ്മുടെ ബീട്രൂട്ട് ഇട്ടിട്ട് വീണ്ടും അരച്ചു. മനസ്സിലായോ? അല്ലെങ്കിൽ ഒന്നുകൂടിയും കേട്ട് നോക്ക്. എന്നിട്ട് ഞാൻ ആ മിക്സ് നമ്മുടെ ചട്ടിയിലോട്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തു. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണമെങ്കിൽ നമുക്കിതിലോട്ട് നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 ഇതുപോലത്തെ കയ്യിൽ കട്ട തൈര് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കുക. പിന്നെ കടുകും അതുപോലെ വറ്റൽമുളകുമാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടായിരുന്നില്ല. ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. എനിക്ക് സദ്യയിൽ ഭയങ്കര ഫേവറേറ്റാണ്. ഇതിൻ്റെ കളർ കാരണമാണോ ഞാൻ ഇതിന് അഡിക്റ്റ് ആയതെന്ന്, അതോ ടേസ്റ്റ് കാരണമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ കഴിക്കാൻ. ഒഴിച്ച് കറിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതും റെഡി അല്ലേ.
ഇനിയിപ്പോൾ സദ്യയുടെ ഒരു സാധനം ഉണ്ടാക്കിയപ്പോൾ ചക്കപ്പായസം ചുമ്മാ അങ്ങ് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു പ്രാവശ്യം കാണിച്ചതാണ്. ഇനി കാണാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും കണ്ട് കൊതിയാവട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, കുറച്ച് ചക്ക ബാക്കിയുണ്ട്. ഞാൻ ആ ചക്ക അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ച ചക്കയാണ്. അതിനൊരു സമയം ഉണ്ടാക്കണം ഇനി. അപ്പോൾ എന്തായാലും ഞാൻ വേഗം ഞാൻ ഇനി നോക്കാം. അപ്പോൾ നമ്മുടെ എന്താ പറയുക, വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബും FBയും ഇൻസ്റ്റയും ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചക്കപ്പായസം ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. പിന്നെ വേറെന്താ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വലിയ കമൻറ്റ് ഇടുക. എന്നാലേ എനിക്ക് വലിയ വീഡിയോ ഇടാൻ പറ്റുള്ളൂ, വലിയ വാചകങ്ങൾ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇനി മുതൽ എൻ്റെ വ്ളോഗിൽ കഥ ഇരുന്ന് പറയും. എന്തെങ്കിലുമൊക്കെ കഥ കേൾക്കാൻ ഓക്കെ ആണോ? ജീവിതകഥയോ ചെറുകഥയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾക്കാനോ ഒക്കെ ആണെങ്കിൽ ഞാൻ പറയാം. ഭയങ്കര ഫീലോടുകൂടി പറയാം കേട്ടോ. എനിക്ക് പറയാൻ വയ്ക്കുമെന്നറിയില്ല, പക്ഷേ ഇഷ്ടമാണ്. കഥയൊക്കെ പറയാനും കേൾക്കാനും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.